അസ്സാം വലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു F3 കിച്ചൻ. എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നല്ലൊരു ഫ്രഷ് പാല് ഒഴിച്ച ചായ കുടിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് കരുതി. ഞാനിന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 4 തരം പൊടികളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു ഒരു കപ്പ് അളവിൽ എല്ലാതും ഒരേ കപ്പ്. 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് മൈദ, 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് റവ വറുത്ത റവയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയും നമുക്കത് ചേർക്കാം കേട്ടോ. പാകത്തിന് ഉപ്പ് ചേർത്ത് ഈ പൊടി നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. പൊടികളെല്ലാം നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. മധുരത്തിനായിട്ട് നമ്മൾ 3 വലിയ ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് 1 കപ്പ് തേങ്ങയും ജീരകവും 1 സ്പൂണ് ജീരകവും ചെറിയ ഉള്ളിയും കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇത് പൊടിയിലിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ചും കൂടി നമുക്ക് ഗ്രൈൻഡ് ചെയ്യാത്ത തേങ്ങയും ഇതിൽ ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയാക്കി അതും ചൂട്ടോടെ തന്നെ ഇതിൽ ഒഴിച്ച് കൊടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ശർക്കര പാനിയിലെ വെള്ളം മാത്രം മതി നമുക്കിത് കലക്കിയെടുക്കാനായിട്ട്. നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കൂട്ടി വെച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ എത്രത്തോണ്ട് നേരം വെക്കുന്ന അത്രയ്ക്കും നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടും. ഞാനിവിടെ ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിട്ടാണ്. പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഉണ്ണിയപ്പം അരി വെള്ളത്തിലിട്ട് കുതിർത്ത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊടുന്ന് എന്നിട്ടൊക്കെയാണ് ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ ഉമ്മയൊക്കെ ഉണ്ണിയപ്പമായാലും നെയ്യപ്പമായാലും അങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നു. ഇന്നിപ്പോൾ ഏത് പൊടിയിട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ തന്നെ ഒരു 4 തരം പൊടി വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. പണ്ട് അങ്ങനെയല്ല. പണ്ട് നമ്മൾ അരി വെച്ച് മാത്രമാണ് അരിപ്പൊടി കൊണ്ടും അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ആ പൊടി വെച്ചിട്ട് മാത്രമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരുന്നത്. ചിലപ്പോൾ ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയൊക്കെ 1 സ്പൂണ് മൈദയൊക്കെ ആഡ് ചെയ്തിരുന്നത്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാക്കി തന്നിരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് അതിൽ നെയ്യ് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് കുഴിയപ്പച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഒഴിച്ച് കൊടുത്താൽ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നല്ല പാകത്തിന് മധുരം ഒക്കെ ആയിട്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ മധുരം കൂടുതൽ ചേർക്കുക. എന്നാലും നല്ല മധുരത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തുള്ളത്. നല്ല സോഫ്റ്റും ഉണ്ട്. മൈദയും റവയും ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും എല്ലാതും കൂടി ആയ കാരണം നല്ല സോഫ്റ്റും ഉണ്ട്. കഴിക്കാനൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ദാഹം. അപ്പോൾ ഓറഞ്ച് ജ്യൂസും മുസമ്പി ജ്യൂസും ജ്യൂസ് അടിച്ചു. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു. എനിക്ക് ഓറഞ്ച് ജ്യൂസാണ് ഇഷ്ടം കേട്ടോ. കുട്ടികൾക്ക് മുസമ്പി ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ മുസമ്പി ജ്യൂസ് അടിച്ചതാണ്. അപ്പം അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞ ശേഷം ചപ്പാത്തിയുടെയും ചിക്കൻ കറിയുടെയും പണിക്ക് നിന്നു. അത് വേഗം തന്നെ റെഡിയാക്കിയതിന് ശേഷം ന്യൂ ഇയറൊക്കെ അല്ലേ, അപ്പോൾ ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാമിന് പോകണമെന്നുണ്ട്. അപ്പോൾ കാരണം പെട്ടെന്ന് പണികളൊക്കെ കഴിച്ചു. ന്യൂ ഇയർ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബുർജ് ഖലീഫയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിച്ചത്. ഇപ്രാവശ്യം മോൾക്ക് ഡ്യൂട്ടിയിലെ കാരണം ആ സമയത്തേക്ക് എത്താനായിട്ട് പറ്റില്ല. അങ്ങനെ പിന്നെ ഇവിടെ അടുത്തുള്ള കോർണിഷിലേക്ക് ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ വെടിക്കെട്ട് കാണാനായിട്ട് പോയി. നടന്നിട്ട് പോകേണ്ടതുള്ളൂ, ഞങ്ങളിവിടെ നിന്ന് നടന്ന് പോകേണ്ട അത്ര ദൂരമുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നടന്നിട്ട് അങ്ങോട്ട് പോയി. കുറച്ച് പേര് മുന്നിൽ നടന്നു. അപ്പോൾ ബാക്കിൽ കുറച്ച് ആൾക്കാർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ അവരെ കാത്തിട്ട് ഞങ്ങൾ ആര്യവേപ്പിൻ്റെ മരത്തിൻ്റെ ചോട്ടിൽ വെയിറ്റ് ചെയ്തിട്ട് നിന്നു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും വന്നതിന് ശേഷമാണ് പിന്നെ ഒരുമിച്ച് പോയത്.
രാത്രിയിലുള്ള ഈ നടന്നുള്ള പോക്കുള്ള യാത്ര നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോകാൻ നല്ല രസമായിരുന്നു. പിന്നെ നല്ല തണവുണ്ട്, നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ. അധികം തണവില്ല, എന്നാലും ഒരു തണവായിട്ട് നടക്കാൻ നല്ല സുഖം. എല്ലാവരും നല്ല സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നല്ല രസത്തിൽ എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് പോയിട്ടാണ്. കുട്ടികൾക്കൊക്കെ നടക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇരുട്ടത്ത് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കോർണിഷിൽക്കാണല്ലോ ബീച്ച്, അപ്പോൾ കടലൊക്കെ കണ്ടപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി. ഇരുട്ടായ കാരണം വീഡിയോയിൽ ഇരുട്ടാണെങ്കിൽ കൂടി അവിടെ ഞങ്ങൾ നിൽക്കുമ്പോൾ നല്ല വെളിച്ചമുണ്ടായിട്ടാണ്. പിന്നെ ഇപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി. ചിക്കൻ ഗ്രില്ല് ചെയ്തതും പിന്നെ ബീഫ് ഫ്രൈയും കുബൂസും പിന്നെ അതുപോലെ ബ്രെഡും അങ്ങനെയൊക്കെയുള്ള എല്ലാ സെറ്റപ്പും ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കടലിൻ്റെ ഭാഗത്തൊക്കെ പോയിട്ട് കടലിൻ്റെ തിരമാലയൊക്കെ വന്നടിഞ്ഞിട്ട് ഇത്തളും പിന്നെ അതുപോലെ ശംഖ് അങ്ങനെ പലതരം സാധനങ്ങളൊക്കെ വന്നടിഞ്ഞിട്ട് കാണാൻ നല്ല രസമുണ്ടായിട്ടാണ്. അതൊക്കെ ഇങ്ങനെ പലതരം ഇത്തളുകൾ ഒക്കെ നല്ല രസത്തിൽ ഇങ്ങനെ എടുക്കണ കണ്ട് ഒരുപാടുണ്ടായിട്ടാണ്. പൊട്ടാത്ത ശംഖെടുത്തിട്ട് നമ്മളെ കൈവെള്ളയിൽ വെച്ചിട്ട് നമ്മളെ മനസ്സിൽ എന്തെങ്കിലും ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് മനസ്സിൽ വിചാരിച്ചിട്ട് കടലിലേക്ക് എറിഞ്ഞാൽ കാര്യം സാധിക്കും എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളതൊന്നും പരീക്ഷിക്കാൻ പോയിട്ടില്ല. അതൊക്കെ ശംഖ് കണ്ടപ്പോൾ അതൊന്ന് ഓർമ്മിച്ചെന്ന് മാത്രം. കടലിലേക്ക് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല. ഷൂ ഒക്കെ പിന്നെ അയച്ചിട്ട് വേണ്ട ഇറങ്ങാൻ. പിന്നെ നല്ല തണവായിരുന്നു. അപ്പം അത് കാരണം വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. ഇങ്ങനെ കരക്ക് നിന്നിട്ട് ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഷാർജയിലുള്ള ഈ കോർണിഷിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി അവിടെ വെക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു തിരക്കും ബഹളമൊക്കെ ഉണ്ടായിട്ടാണ് ആൾക്കാരുണ്ടായിരുന്നു. ഒരു ഇരിക്കാൻ തന്നെ കുറച്ചൊക്കെ സ്പേസാണ് നമുക്കുള്ളത്, അത്രയും ജനങ്ങളുണ്ടായി. തിരക്കുണ്ടാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ പോയിട്ടുണ്ടായി. എന്നിട്ടും നല്ല തിരക്കായിരുന്നു. ടൈമിങ്ങൊക്കെ നല്ല കറക്റ്റായിരുന്നു കേട്ടോ. 12 മണിക്ക് തന്നെ കറക്റ്റ് പൊട്ടി വിരിഞ്ഞു. പൊട്ടുന്നതായിട്ടൊന്നും ഞാനതിൽ വീഡിയോ ആഡാക്കിയിട്ടില്ല. കാരണം അതിപ്പോൾ അധികം അങ്ങനെയൊന്നും ഇടരുതെന്നാണ് ഇപ്പോഴത്തെ പറച്ചിൽ. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊന്നും എഡിറ്റ് ചെയ്ത് ഇടരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മളതൊക്കെ ക്യാൻസലാക്കിയിട്ടാണ് കേട്ടോ ഇട്ടത്. അതുകൊണ്ടൊരു പ്രശ്നം വേണ്ട എന്നുള്ള രീതിയിൽ അതൊക്കെ കട്ട് ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നേരം ഇങ്ങനെ പൊട്ടി വിരിഞ്ഞു പല മോഡലിലും ഒക്കെ ആയിട്ട് ഒരേ സമയം തന്നെ 2 സ്ഥലത്തായിട്ട് ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി. വേറൊരു സ്ഥലത്ത് പൊട്ടുന്നതും ഇവിടേക്ക് കാണാൻ പറ്റി. ഒരേ സമയം തന്നെ 2 സ്ഥലത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ പൊട്ടി വിരിയണത് കാണാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. കുട്ടികളൊക്കെ ഭയങ്കര ഉത്സാഹത്തോടെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഹ്ലാദ പ്രകടനമൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ വീണ്ടും തിരിച്ച് നടന്നിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് തന്നെ പോകുന്നത്. അധികം നേരമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഞങ്ങൾക്ക് അടുത്ത് തന്നെയാണ്. ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ, ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ കോർണിഷിലേക്ക്. കോർണിഷിലേക്ക് പോണ വഴിയിലൊക്കെ ഈ ചെണ്ടുമല്ലി എന്ന് പറയില്ലേ, അങ്ങനത്തെ മല്ലികപ്പൂ അതൊക്കെ വെച്ചിട്ട് ഒരുപാട് പിടിപ്പിച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.